ജയറാമേട്ടൻ്റെ കൂടെ അമേരിക്കയിലൊരു ഷോയ്ക്ക് പോയിട്ടിരിക്കുകയാണ്. അപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ജസ്റ്റായി ഒരു തരംഗം ഇന്ത്യ മുഴുവൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ജയറാമേട്ടനും നിന്ന് 1, 2, 3 പറഞ്ഞ് കുറേ മിമിക്രികൾ ചെയ്യും. അപ്പോൾ യൂസഫൊക്കെ 1, 2 ഇനങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ യൂസഫൊക്കെ തന്നെ പറഞ്ഞു, ഞാൻ ഇത്തവണ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കാരണം അതൊക്കെ ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളതാണ്. ഇത്തവണ ഞാൻ നരേന്ദ്രമോദിയുടെ ഫിഗർ ചെയ്യാൻ പോവാണ്. അപ്പം എനിക്ക് മൊബൈലിൽ കാണിച്ചു തന്നപ്പോൾ ഏതോ ചാനലിന് വേണ്ടി നരേന്ദ്രമോദി അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചപ്പം ചാനലിലൊരു മേക്കപ്പ് മാൻ ഇരുത്തി, ഒരു പ്രൊഫഷണൽ മേക്കപ്പ് മാൻ നല്ലോണം കുറേ നേരം ഇരുത്തി മേക്കപ്പ് ചെയ്തതിൻ്റെ ഒരു പെർഫെക്ഷൻ ആ ഫോട്ടോയ്ക്കുണ്ട്. അപ്പോൾ ജയറാമേട്ടൻ അയ്യോ ഇത് കലക്കുണ്ടോ, ഞാനും പിഷാരടിയും കൂടെ നിന്ന് എത്ര നേരം കളിച്ചാരെന്താ, എല്ലാം കൊണ്ടുപോയില്ലേ, അവസാനം യൂസഫ് ഈ വേഷത്തിൽ വന്നാൽ ഓഡിറ്റോറിയം ഇളകി മറിയില്ലേ, എല്ലാം ഫുൾ ക്രെഡിറ്റ് യൂസഫിനായിരിക്കും, ഞങ്ങൾ എന്തിനാ കാണിക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ യൂസഫയ്ക്കും അങ്ങ് സുഖമായി. സത്യമാണ്, അത്ര അത്ഭുതപ്പെട്ടു പോയൊരു ഫിഗർ അദ്ദേഹം കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അമേരിക്കയിലെത്തിയിട്ട് ഈ വിഗ് കുത്തിക്കയറ്റി ബാഗിനകത്ത് വെച്ചത് എടുത്തപ്പോൾ തന്നെ ചത്ത കാക്കയെ പോലെ ഇരിക്കുമോ ഈ വിഗ്, എങ്ങനെ വെച്ചിട്ടും ഏതാ മുൻവശം ഏതാ പുറകുവശം ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഇരിക്കുമോ മുടി, താടി ഒട്ടിച്ചിട്ട് ഒരു രക്ഷയില്ല, താടിയും വേറെ എന്തോ ഒരു താടി, കണ്ണാടി, ജുബ്ബ, അതിൻ്റെ പുറത്തൊരു കോട്ട്, ഇതൊക്കെ ഇട്ടിട്ട് യൂസഫൊക്കെ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്നാണ് പതിവ് പോലെ വരുന്നത്. അപ്പം എന്നോടൊരു വാതിലൊക്കെ പറഞ്ഞു, ഞാൻ രൂഹം വെച്ചു, കുറേ വാതിലുണ്ട് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ, അതിലേ വരും. അതല്ല ഓഡിറ്റോറിയം ഇങ്ങനെ സ്റ്റെപ്പാണ്, ഇങ്ങനെ ബാക്കിലോട്ട് ആൾക്കാരിരിക്കുന്നത്. ഞാൻ ജയറാമേട്ടനും ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇനി എപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് വരുന്ന ഒരാൾ നിങ്ങളെ കാണാൻ വേണ്ടി ഇപ്പോൾ അമേരിക്കയിലേക്ക് വരികയാണ്, അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഞങ്ങളോടൊപ്പം ഈ ഷോയിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പം അദ്ദേഹം അവിടുന്ന് ചെറുതായിട്ട് കയറി തുടങ്ങുകയാണ്. മോദി കയറി തുടങ്ങി. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചൂണ്ടി ഞാൻ, പക്ഷെ ആ വാതിലിൽ കൂടി അല്ല പുള്ളി വന്നത് ഇപ്പുറത്തെ വാതിലിൽ കൂടിയാണ്. ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞു, ആൾക്കാർ മുഴുവൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അവിടുന്ന് ആരും വരുന്നുമില്ല. ഇവിടെ നിന്നും ഒരു വൃദ്ധൻ, അല്ലാതെ നരേന്ദ്രമോദി ഇല്ല, ഒന്നുമില്ല, ഒരു വൃദ്ധൻ സ്റ്റേജിലോട്ട് ഇങ്ങനെ വന്നപ്പോൾ ഈ പടിയാണല്ലോ, രണ്ടാമത്തെ പടിയിൽ തന്നെ പുള്ളി ഈ പടി പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ അതുമല്ല കണ്ണാടിയും വെച്ചപ്പം ഈ കണ്ണാടി വെച്ചിട്ട് പടി കയറുമ്പോൾ ഒരു കണക്കുകേട് അല്ലെങ്കിലേ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കണ്ണാടിയും ഓഡിയൻസിൻ്റെ ഇടയിലെ ലൈറ്റ് കുറവും എല്ലാം കൂടിയായിട്ട് ഈ പുള്ളി മുഖം തല്ലി വീണ ഉടനെ അമേരിക്കയിലാണ്ട് എല്ലാവരും ഈ കോട്ടൊക്കെ ഇട്ടിട്ടില്ലേ പരിപാടി കാണാൻ വന്നെ, ഏതോ ഒരു വൃദ്ധൻ ഷോ കാണാൻ വന്ന വൃദ്ധൻ വീണു എന്ന് ഓർത്തിട്ട് വീണതൻ 2-3 പേര് പുള്ളിനെ പിടിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തേക്ക് പോയി. പുള്ളി എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളോർത്ത് വീണതിൻ്റെ വേദനയ്ക്കാന്നോർത്ത് ഇവർ ഇതിനെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി, ഓഡിറ്റോറിയത്തിൻ്റെ പുറത്തേക്ക്. ഞാൻ നോക്കുമ്പോഴേ ജയറാമേട്ടൻ എൻ്റെ പുറകിൽ വന്നിട്ട് മോദി പാളിട്ടോ മോദി പാളി എന്നും പറഞ്ഞൊരു ഒറ്റ ഓട്ടം